പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നതിലെ 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും അല്പം വിശദീകരണങ്ങളും അടങ്ങിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്? ഓപ്ഷൻ എ, ആപ്ലിക്കബിൾ ടു ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓപ്ഷൻ ബി, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ട്രൂത്ത്. പൊതുവായ സത്യപ്രസ്താവനകൾ മാത്രമാണിത്. ഓപ്ഷൻ സി, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരമായി നിൽക്കുന്ന ഒന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഇതൊന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ട്രൂത്ത്. പൊതുവായ ചില പ്രസ്താവനകൾ മാത്രമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിവിഷൻ ഓഫ് വർക്ക് പ്രൊമോട്ട്സ്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഇൻഎഫിഷ്യൻസി, കാര്യക്ഷമതയില്ലായ്മ. ഓപ്ഷൻ ബി, സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷനാണ് ഡിവിഷൻ ഓഫ് വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി, വേസ്റ്റേജ്. ഓപ്ഷൻ ഡി, ഇക്വിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സ്പെഷ്യലൈസേഷൻ. ഒരേ തൊഴിൽ തന്നെ ഒരാൾ സ്ഥിരമായി ചെയ്യുമ്പോൾ അയാൾ ആ തൊഴിലിൽ എക്സ്പേർട്ടായി മാറുന്നു. അപ്പോൾ എക്സ്പേർട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനാണ് ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, യൂണിറ്റി ഓഫ് കമാൻഡ് ഇംപ്ലൈസ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൾ ദ സുപ്പീരിയേഴ്സ്. എല്ലാ സുപ്പീരിയേഴ്സിൽ നിന്നും ഒരേ സമയം ഓർഡറുകൾ ഒരു സബോർഡിനേറ്റ്സിന് സ്വീകരിക്കണം. എല്ലാ സുപ്പീരിയേഴ്സിൽ നിന്നും ഒരേ സമയം ഓർഡറുകൾ ഒരു സബോർഡിനേറ്റ് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എയിൽ പറയുന്ന ആൻസർ. ഓപ്ഷൻ ബി, ഇൻഡിവിജ്വൽസ് മസ്റ്റ് സാക്രിഫൈസ് ഇൻ ദ ലാർജർ ഇൻട്രസ്റ്റ്. പൊതുവായ താല്പര്യത്തെ മുൻനിർത്തി വ്യക്തികൾ അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അവഗണിക്കണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓപ്ഷൻ സി, എംപ്ലോയീസ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം ആൻഡ് അക്കൗണ്ടബിൾ ടു വൺ സുപ്പീരിയർ. സബോർഡിനേറ്റ്സ് ഒരു സമയത്ത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം ഓർഡർ സ്വീകരിക്കുകയും അതുപോലെ അദ്ദേഹത്തോട് മാത്രം ബാധ്യസ്ഥനുമാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ഓപ്ഷൻ സി, ഡി, നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എംപ്ലോയീസ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം and be accountable to one superior at that time. ഒരു സമയം ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ ഓർഡറുകൾ സ്വീകരിക്കുകയും അദ്ദേഹത്തോട് മാത്രം അക്കൗണ്ടബിൾ ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഹെൻറി ഫയോൾ ഈസ് വെൽ നോൺ. ഹെൻറി ഫയോൾ അറിയപ്പെടുന്നത് ആരായിട്ടാണ്? ഓപ്ഷൻ എ, ആസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പിതാവ് എന്ന നിലയിൽ. ഓപ്ഷൻ ബി, ഫോർ ഫോർമുലേറ്റിംഗ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓപ്ഷൻ സി, ഫോർ പ്രൊമോട്ടിംഗ് ട്രേഡ് യൂണിയനിസം. ട്രേഡ് യൂണിയനിസം പ്രൊമോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓപ്ഷൻ ഡി, ആസ് എ മാത്തമെറ്റീഷ്യൻ. ഒരു മാത്തമെറ്റീഷ്യൻ എന്നുള്ള നിലയിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫോർ ഫോർമുലേറ്റിംഗ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്, പ്രശസ്തനായ വ്യക്തിയാണ് ഹെൻറി ഫയോൾ. അപ്പോൾ ഹെൻറി ഫയോൾ ഈസ് വെൽ നോൺ ഫോർ ഫോർമുലേറ്റിംഗ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഹെൻറി ഫയോൾ ഈസ് കോൺസെൻട്രേറ്റഡ് മോസ്റ്റ്ലി ഓൺ. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹെൻറി ഫയോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ, പ്രൊഡക്ടിവിറ്റി. ഓപ്ഷൻ ബി, ബോട്ടം ലെവൽ. ഓപ്ഷൻ സി, മിഡിൽ ലെവൽ. ഓപ്ഷൻ ഡി, ടോപ്പ് ലെവൽ. ഉൽപ്പാദനക്ഷമതയിൽ ബോട്ടം ലെവലിൽ, മിഡിൽ ലെവലിൽ, ടോപ്പ് ലെവലിൽ, ഇതിലേതിലാണ് ഹെൻറി ഫയോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ടോപ്പ് ലെവൽ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് ഹെൻറി ഫയോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 6, എ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഈസ്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഗൈഡൻസ് ടു തോട്ട് ആൻഡ് ആക്ഷൻ. ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കുന്ന, അറിവ് നൽകുന്ന, നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഓപ്ഷൻ ബി,
എസ്റ്റാബ്ലിഷസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, കാര്യകാരണ ബന്ധം വ്യക്തമാക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ട്രൂത്ത്, അടിസ്ഥാനപരമായ സത്യപ്രസ്താവനകളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്, ഇതൊന്നുമല്ല, ഇതെല്ലാമാണ്, മുകളിൽ പറഞ്ഞതെല്ലാമാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി അബോവ്. മേൽപ്പറഞ്ഞതെല്ലാം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഉദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡിറൈവ്ഡ് ത്രൂ, എങ്ങനെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ഒബ്സർവേഷൻ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡിലൂടെ. ഓപ്ഷൻ ബി എക്സ്പെരിമെൻറ്റ് മെത്തേഡ്, എക്സ്പെരിമെൻറ്റേഷനിലൂടെ. ഓപ്ഷൻ സി ലബോറട്ടറി ടെസ്റ്റിംഗ്, ലബോറട്ടറിയിൽ ടെസ്റ്റിങ്ങിന് വിധേയമാക്കിയിട്ട്. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി എബോവ്, മുകളിൽ പറഞ്ഞ പ്രസ്താവന എയും പ്രസ്താവന ബിയുമാണ് ഓപ്ഷൻ ഡിയിൽ സൂചിപ്പിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി എബോവ്. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ് എന്നർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? താഴെ തന്നിട്ടുള്ളതിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്ക് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സ്കാലർ ചെയിൻ, ഓപ്ഷൻ ബി ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഓപ്ഷൻ സി മെത്തേഡ് സ്റ്റഡി, ഓപ്ഷൻ ഡി സ്റ്റാൻഡർഡൈസേഷൻ. സ്കാലർ ചെയിൻ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, മെത്തേഡ് സ്റ്റഡി, സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ള 4 എണ്ണത്തിൽ ഏതാണ് ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ലാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സ്കാലർ ചെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 9, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എല്ലായിടത്തും എല്ലാ സമയത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഓപ്ഷൻ ബി ദേ ആർ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻ, പ്രവൃത്തിയിലേക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഓപ്ഷൻ സി ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, എക്സ്പെരിമെൻറ്റേഷനിലൂടെയും പ്രാക്ടീസിലൂടെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എബോവ് ആർ ട്രൂ, മേൽപ്പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ദ ടെക്നിക് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ അറ്റ് ദ ഷോപ്പ് ഫ്ലോർ ലെവൽ, ലോവസ്റ്റ് ലെവൽ? താഴെ തന്നിട്ടുള്ളതിൽ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലോവസ്റ്റ് ലെവലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫ്ലോർ ലെവലുമായി ബന്ധപ്പെട്ട് പ്ലാനിങ്ങും എക്സിക്യൂഷനും തമ്മിൽ വേർതിരിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാൻഡർഡൈസേഷൻ, ഓപ്ഷൻ ബി ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഓപ്ഷൻ സി മോഷൻ സ്റ്റഡി, ഓപ്ഷൻ ഡി മെൻ്റൽ റെവല്യൂഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ടെക്നിക് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ, പ്ലാനിങ്ങിനെയും എക്സിക്യൂഷനെയും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ചുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ബോസിൻ്റെ കീഴിലാക്കുന്ന, പ്ലാനിംഗ് ഫംഗ്ഷന് 4 പേര്, എക്സിക്യൂഷൻ ഫംഗ്ഷന് വേറെ 4 പേര്, അതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ടെക്നിക് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ അറ്റ് ദ ഷോപ്പ് ഫ്ലോർ ലെവൽ അല്ലെങ്കിൽ അറ്റ് ദ ലോവസ്റ്റ് ലെവൽ എന്നുള്ളത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ പ്രത്യേകതയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, ആസ് പെർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വിച്ച് ആർ ദ 2 ഫങ്ഷൻസ് ടു ബി സെപ്പറേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ 4 സ്പെഷ്യലിസ്റ്റ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്രകാരം ഏതൊക്കെ ഫങ്ഷൻസിനെയാണ് സെപ്പറേറ്റ് ചെയ്ത് 4 സ്പെഷ്യലിസ്റ്റുകളുടെ നിയന്ത്രണത്തിലാക്കേണ്ടത്? ഓപ്ഷൻ എ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ, ഓപ്ഷൻ ബി പ്ലാനിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്, ഓപ്ഷൻ സി ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്ലാനിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്യണം, ഓർഗനൈസിങ്ങിനെയും കൺട്രോളിങ്ങിനെയുമാണ് സ്പെഷ്യലിസ്റ്റിൻ്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ടത്. ഇതൊന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ. പ്ലാനിംഗ് ഫംഗ്ഷന് 4 സ്പെഷ്യലിസ്റ്റുകൾ, എക്സിക്യൂഷൻ ഫംഗ്ഷന് വേറെ 4 സ്പെഷ്യലിസ്റ്റുകൾ, ഇങ്ങനെ 8 സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങുന്നതാണ് അല്ലെങ്കിൽ 8 ബോസ് ചേരുന്നതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടെക്നിക്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഗാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ കംസ് അണ്ടർ വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലെ ഏത് വിഭാഗത്തിലാണ്, ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഗാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ എന്നുള്ളവർ വരുന്നത്? ഓപ്ഷൻ എ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ബി കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ സി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്ഷൻ ഡി സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതേപോലെ എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും 4 സ്പെഷ്യലിസ്റ്റുകൾ വരുന്നുണ്ട്.
Question number 13. The technique to know the best way of doing a particular job is known as. ഒരു ജോലി ചെയ്യുന്നതിന് ഏറ്റവും നല്ല മാർഗം ഏതാണ്, ഏറ്റവും നല്ല വേ ഏതാണ് എന്ന് നിർണ്ണയിക്കുന്ന ടെക്നിക്കിനെ എന്ത് പേരിൽ വിളിക്കുന്നു? ഓപ്ഷൻ എ മെത്തേഡ് സ്റ്റഡി, ഓപ്ഷൻ ബി മോഷൻ സ്റ്റഡി, ഓപ്ഷൻ സി ഫറ്റീഗ് സ്റ്റഡി, ഓപ്ഷൻ ഡി ടൈം സ്റ്റഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മെത്തേഡ് സ്റ്റഡി. Question number 14. The study of movements with a view to eliminate unnecessary movement is called. ഒരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനാവശ്യമായ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓപ്ഷൻ എ ഫറ്റീഗ് സ്റ്റഡി, ഓപ്ഷൻ ബി മോഷൻ സ്റ്റഡി, ഓപ്ഷൻ സി മെത്തേഡ് സ്റ്റഡി, ഓപ്ഷൻ ഡി ടൈം സ്റ്റഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മോഷൻ സ്റ്റഡി. ചലനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ചലനങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫാക്ടറിയിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അൺനെസസറി മൂവ്മെൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത്, എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലാണത് പരാമർശിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മോഷൻ സ്റ്റഡി. Question number 15. The technique of determining the amount and frequency of rest intervals required to complete a job is called. ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ എത്രത്തോളം സമയം അതല്ലെങ്കിൽ എത്ര സമയത്തിനകം ഇടവേളകൾ, നിശ്ചിത സമയത്തിനകമാണ് ഇടവേളകൾ, ആ ഇടവേള എത്ര സമയമായിരിക്കണം എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ എന്നത് സൂചിപ്പിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ഓപ്ഷൻ എ ടൈം സ്റ്റഡി, ഓപ്ഷൻ ബി മോഷൻ സ്റ്റഡി, ഓപ്ഷൻ സി മെത്തേഡ് സ്റ്റഡി, ഓപ്ഷൻ ഡി ഫറ്റീഗ് സ്റ്റഡി. ഓപ്ഷൻ ഡി ഫറ്റീഗ് സ്റ്റഡി. ജോലി ചെയ്യുന്ന അവസരത്തിൽ എംപ്ലോയീസിനുണ്ടാകുന്ന വർക്കേഴ്സിനുണ്ടാകുന്ന ക്ഷീണവും വിരസതയും മാറ്റുന്നതിൻ്റെ ഭാഗമായി നിശ്ചിത ഇടവേളകളിൽ അല്പസമയം അവർക്ക് വിശ്രമം അനുവദിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ ആ ടെക്നിക്കാണ് ഫറ്റീഗ് സ്റ്റഡിയുടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഫറ്റീഗ് സ്റ്റഡി. Question number 16. A wage system wherein dual wage rates are fixed to differentiate between efficient and inefficient workers and wages paid accordingly is known as. എഫിഷ്യൻ്റ് വർക്കേഴ്സിനെയും ഇനഫിഷ്യൻ്റ് വർക്കേഴ്സിനെയും വേർതിരിച്ചുകൊണ്ട് രണ്ട് കൂട്ടർക്കും വ്യത്യസ്തമായ വേജ് റേറ്റ് പ്രതിപാദിക്കുന്ന വേജ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാൻഡർഡൈസേഷൻ, ഓപ്ഷൻ ബി ജോബ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, ഓപ്ഷൻ ഡി റെമുനറേഷൻ സിസ്റ്റം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. അതായത് എംപ്ലോയീസിനെ എഫിഷ്യൻ്റ് വർക്കേഴ്സെന്നും ഇനഫിഷ്യൻ്റ് വർക്കേഴ്സെന്നും തരംതിരിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ഔട്ട്പുട്ടിന് അനുസൃതമായ വേജസ് പ്രദാനം ചെയ്യുന്ന വേജ് സിസ്റ്റമാണിത്. അപ്പോൾ ഇനഫിഷ്യൻ്റ് വർക്കേഴ്സിന് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രേരണ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. കാരണം കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ വേജസ് ലഭിക്കുക എന്നുള്ളതാണ് കാരണം. ഈ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻ്റ് ആണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. Question number 17. As per functional foremanship, which boss arranges machines and tools for work? ജോലിയുടെ ഭാഗമായി മെഷീൻസിനെയും ടൂൾസിനെയും അറേഞ്ച് ചെയ്യുന്ന ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്രകാരമുള്ള ബോസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സ്പീഡ് ബോസ്, ഓപ്ഷൻ ബി ഗാങ് ബോസ്, ഓപ്ഷൻ സി റിപ്പയർ ബോസ്, ഓപ്ഷൻ ഡി ഇൻസ്പെക്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഗാങ് ബോസ്. Question number 18. Which boss is entrusted with the task of checking ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഔട്ട്പുട്ട്? ഔട്ട്പുട്ടിൻ്റെ ഗുണം ചെക്ക് ചെയ്യുന്ന, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ബോസിൻ്റെ പേരെന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലെ മറ്റൊരു ബോസാണ് ഇത് ചെയ്യുന്നത്. ഓപ്ഷൻ എ സ്പീഡ് ബോസ്, ഓപ്ഷൻ ബി ഗാങ് ബോസ്, ഓപ്ഷൻ സി റിപ്പയർ ബോസ്, ഓപ്ഷൻ ഡി ഇൻസ്പെക്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇൻസ്പെക്ടർ. Question number 19. The process of setting standards for every business activity is known as. ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിക്കും അനുസൃതമായ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ മെൻ്റൽ റവല്യൂഷൻ, ഓപ്ഷൻ ബി ഡയറക്ഷൻ, ഓപ്ഷൻ സി സ്റ്റാൻഡർഡൈസേഷൻ, ഓപ്ഷൻ ഡി ഓർഡർ. ഓപ്ഷൻ സി സ്റ്റാൻഡേർഡൈസേഷൻ. ഏതൊരു ജോലിക്കും ഏതൊരു കാര്യത്തിനും അനുസൃതമായ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. അത് മെത്തേഡിനാണെങ്കിലും ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിനാണെങ്കിലും പ്രോസസ്സിനാണെങ്കിലും ആക്ടിവിറ്റിക്കാണെങ്കിലും ഒക്കെ ബാധകമാണ്. അപ്പോൾ അതിനാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Question number 20. A wage system introduced by F.W. Taylor to motivate inefficient worker to perform better is known as. ഇനഫിഷ്യൻ്റ് വർക്കറിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി F.W. ടൈലർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വേജ് സിസ്റ്റം ഏതാണ്?
ഓപ്ഷൻ എ കോൺട്രാക്ട് സിസ്റ്റം, ഒരു കോൺട്രാക്ട് പേയ്മെൻറ്റ്. ഓപ്ഷൻ ബി ടൈം റേറ്റ് സിസ്റ്റം, വർക്ക് ചെയ്യുന്ന സമയത്തിന് അനുസൃതമായ പേയ്മെൻറ്റ് നൽകുന്ന സിസ്റ്റം. ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ പേസ് വേജ് സിസ്റ്റം, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന് ആനുപാതികമായിട്ട് വേജസ് പ്രദാനം ചെയ്യുന്ന സിസ്റ്റം. ഓപ്ഷൻ ഡി സാലറി സിസ്റ്റം, നിശ്ചിതമായ മന്ത്ലി സാലറി പ്രദാനം ചെയ്യുന്ന സിസ്റ്റം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ പേസ് വേജ് സിസ്റ്റം. Question number 21. Which principle states that each group of activities having same objective must have one head and one plan? ഏത് പ്രിൻസിപ്പിളാണ് ഓരോ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിക്കും, അതായത് ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനും ഒരു ഹെഡും ഒരു പ്ലാനും വേണമെന്ന് നിഷ്കർഷിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്ഷൻ എ യൂണിറ്റി ഓഫ് കമാൻഡ്, ഏകീകൃത നിർദ്ദേശം. ഓപ്ഷൻ ബി യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഓപ്ഷൻ സി ഓർഡർ. ഓപ്ഷൻ സി ഡി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. കറക്റ്റ് ആൻസർ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് കമാൻഡ് ആണോ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണോ എന്ന് സംശയമുണ്ടാവാം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ അറ്റ് എ ടൈം ഓർഡറുകൾ സ്വീകരിക്കാൻ ബാധ്യതയുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതുള്ളൂ, നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് ഓരോ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിക്കും അവർക്ക് സെയിം ഒബ്ജക്റ്റീവ് ആണെങ്കിൽ അതിന് സെയിം ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഒരു ഹെഡും ഒരു പ്ലാനും ആവശ്യമുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന പ്രിൻസിപ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 22. കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ഈസ് നോൺ ആസ്. തീരുമാനങ്ങളെടുക്കാനുള്ള അധികാരം വളരെ കുറച്ച് ആളുകളുടെ കൈകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ ഡെലിഗേഷൻ. ഓപ്ഷൻ ബി ഓർഗനൈസിംഗ്. ഓപ്ഷൻ സി ഡീസെൻട്രലൈസേഷൻ. ഓപ്ഷൻ ഡി സെൻട്രലൈസേഷൻ. കറക്റ്റ് ആൻസർ കേന്ദ്രീകരണം അഥവാ സെൻട്രലൈസേഷൻ. അധികാര കേന്ദ്രീകരണമാണ്. ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണമാണ്. നമ്പർ 23. Which principle states that employee turnover should be minimized to maintain organizational efficiency? ഓർഗനൈസേഷണൽ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി എംപ്ലോയി ടേൺ ഓവർ, എംപ്ലോയീസിൻ്റെ കൊഴിഞ്ഞുപോക്ക്, സ്ഥാപനം വിട്ടുമാറി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്നത് പരമാവധി തടയണമെന്നും ജോലി സ്ഥിരത ഉറപ്പാക്കണമെന്നും അനുശാസിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്ഷൻ എ ഡെലിഗേഷൻ. ഓപ്ഷൻ ബി സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഓപ്ഷൻ സി ഡീസെൻട്രലൈസേഷൻ. ഓപ്ഷൻ ഡി സെൻട്രലൈസേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ജോലി സ്ഥിരത എംപ്ലോയീസിന് വാഗ്ദാനം ചെയ്യണമെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. The chain of superiors ranging from the ultimate authority to lowest rank is called chain of superiors. അതായത് ടോപ്പ് ലെവൽ അതോറിറ്റി മുതൽ ലോവസ്റ്റ് റാങ്ക് വരെ വരുന്ന സുപ്പീരിയേഴ്സിൻ്റെ ചെയിനിനെ, ആ ശ്രേണി, അധികാര ശൃംഖലയെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ സ്കാലർ ചെയിൻ. ഓപ്ഷൻ ബി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ സി ഡീസെൻട്രലൈസേഷൻ. ഓപ്ഷൻ ഡി സെൻട്രലൈസേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സ്കാലർ ചെയിൻ. ചെയിൻ ഓഫ് authority, chain of managers from top level to bottom level. Last question, question number 25. Match column A with column B. Match the following question ആണ്. 5 items ആണ് മാച്ച് ചെയ്യാനുള്ളത്. കോളം എയിൽ ഒന്നാമത്തെ ഓർഡർ, രണ്ടാമത്തെ എസ്പ്രിറ്റ് ഡീകോപ്സ്, മൂന്നാമത്തെ ഡിവിഷൻ ഓഫ് വർക്ക്, നാലാമത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, 5 ഇക്വിറ്റി. ഇനി കോളം ബിയിൽ ഒന്നാമത്തെ ഇംപാർഷ്യൽ ട്രീറ്റ്മെൻറ്റ്, രണ്ടാമത്തെ FW ടൈലർ, മൂന്നാമത്തെ അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ്, നാലാമത്തെ യൂണിയൻ ഈസ് സ്ട്രെങ്ത്, അഞ്ചാമത്തെ പ്രൊമോട്ട് സ്പെഷ്യലൈസേഷൻ. ഇതെങ്ങനെയാണ് മാച്ച് ചെയ്ത് നോക്കാം. ഓർഡർ, ഒന്നാമത്തെ കോളം എയിൽ ഓർഡർ മാച്ച് ചെയ്യുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് എന്നുള്ളതാണ്. തിങ്സ് ആൻഡ് മെറ്റീരിയൽ, രണ്ട് തരത്തിൽ ഓർഡർ ഉണ്ട്. സോഷ്യൽ ഓർഡർ, മെറ്റീരിയൽ ഓർഡറുമുണ്ട്. ഓർഡർ എന്ന പ്രിൻസിപ്പിൾസിൻ്റെ മീനിങ് ആണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് ആണ് ഇവിടെ അതിൻ്റെ കറക്റ്റ് മാച്ചിങ്. രണ്ടാമത്തെ എസ്പ്രിറ്റ് ഡീകോപ്സ്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഒരു പ്രിൻസിപ്പിളാണ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ്. ഐക്യമത്യ മഹാബലമെന്ന് എംപ്ലോയീസിൻ്റെ പൊതുവായ മുദ്രാവാക്യം കൂടിയാണ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത് ആണ് എസ്പ്രിറ്റ് ഡീകോപ്സുമായിട്ട് ചെയ്യുന്നത്. അടുത്തത് ഡിവിഷൻ ഓഫ് വർക്ക്. കോളം എയിൽ മൂന്നാമത്തെ ഐറ്റമാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അത് കോളം ബിയിൽ പ്രൊമോട്ട് സ്പെഷ്യലൈസേഷൻ, അതിൻ്റെ ഗുണമാണ്. ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ ഗുണമാണ് സ്പെഷ്യലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ അതുമായിട്ടാണ് അത് മാച്ച് ചെയ്യുന്നത് കോളം ബിയിൽ. നാലാമത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്നുള്ളത് FW ടൈലറാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോളം ബിയിൽ FW ടൈലറുമായിട്ട് അത് മാച്ച് ചെയ്യുന്നു.
അഞ്ചാമത്തത് ഓപ്ഷൻ എയിൽ കോളം എയിൽ ഇക്വിറ്റിയാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഇംപാർഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ്. എംപ്ലോയീസിനെ എന്ത് ചെയ്യരുത്, വേർതിരിച്ച് കാണാൻ പാടില്ല. അവരുടെ ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു വർഗ വിവേചനവും അല്ലെങ്കിൽ വിവേചനം നടത്താൻ പാടില്ല. ഇംപാർഷ്യൽ ആയിട്ട് എന്ത് ചെയ്യണം, അതോറിറ്റീസ് അവരെ സബോർഡിനേറ്റ്സിനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള, എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള പ്രിൻസിപ്പിളാണ് ഇക്വിറ്റി. ഇംപാർഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് അതുമായിട്ട് മാച്ച് ചെയ്യുന്നത്. ഓക്കെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.